ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 727 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 പത്രോസ് 4-10 തിരുവചനമാണ്. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. ന്യൂ മെക്സിക്കോയിൽ ഒരു പ്രദേശത്ത് ഓരോ മാസവും പരിസരവാസികൾക്ക് സൗജന്യമായി ഭക്ഷണം വാഗ്ദാനം ചെയ്ത് അവരുടെ സമൂഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയുടെ തലവൻ പറഞ്ഞത്, അവരുടെ പ്രായോഗികമായ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ക്രിസ്തുവിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കുവാനായി ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരുവാൻ ദൈവത്തോട് നമ്മൾ ആവശ്യപ്പെടുന്നതിലൂടെ സേവനത്തിൻ്റെതായ ഒരു ഹൃദയത്തെ വികസിപ്പിച്ചെടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ നമുക്ക് ലഭിച്ച അനുഗ്രഹ സമൃദ്ധി ദൈവത്തിന് അനവധിയായി സ്തോത്രം വരുവാനായിട്ട് കാരണമായി തീരും. മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ യേശു തമ്പുരാന്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. യേശു തമ്പുരാൻ രോഗികളെ സൗഖ്യമാക്കുകയും വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുമ്പോൾ അനേകർ ദൈവത്തിന്റെ നന്മയും സ്നേഹവും കരുതലും കരുണയുമൊക്കെ തിരിച്ചറിയുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ശിഷ്യകളുമാണ്. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ മാതൃകയെ പിന്തുടരുവാനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുവാൻ, നമ്മുടെ സമൂഹത്തെ പരിപാലിക്കുവാൻ, നമ്മുടെ അരികിൽ നിൽക്കുന്നവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.